അപ്പൊ ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കേളയ സാലീച്ച് റന്തി, അതായത് പച്ചക്കായുടെ തൊലി കൊണ്ടുള്ള കറിയാണ്. അപ്പൊ അത് ചെയ്യാൻ പോകുന്നത് അമ്മയാണ്. ഇതിക്ക് ആവശ്യമായ വിഭവങ്ങൾ എന്താണെന്ന് അമ്മ പറഞ്ഞായിരുന്നു. ഈ കേളയസാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കായല്ലേ, നേന്ത്രപ്പഴത്തിന്റെ തൊലി. അത് നേന്ത്രപ്പഴത്തിന്റെ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ, വേറെ അങ്ങനെ നേന്ത്രപ്പഴത്തിന്റെ, അതായത് നമ്മൾ ചിപ്സ് എടുക്കാൻ പറ്റുന്ന പഴത്തിന്റെ തൊലി അല്ലേ, പുറത്തെ തൊലി എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി. ഓക്കെ, അപ്പം ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ മെയിൻ സാധനം, പച്ചക്കായുടെ തൊലി അമ്മ നല്ല രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് നല്ല കറയുണ്ടല്ലേ, അയണുള്ള അല്ലേ, നമുക്ക് ദേഹത്തിന് ഏറ്റവും നല്ല സാധനമല്ലേ. അടിപൊളി. പിന്നെ എന്തൊക്കെയാ ഇതിന്റെ കൂടെ വേറെ വിഭവങ്ങൾ? അടുത്തത് ചെറുപയർ, പിന്നെ നമ്മൾ നന്നാക്കി എടുത്ത കഴുകി വെച്ചിരിക്കുന്ന പച്ചക്കായുടെ തൊലി ചെറുതായിട്ട് അരിഞ്ഞത്, കൊത്തി അരിയുന്നത് അതേപോലെ. ഇത് രണ്ടും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ കുടംപുളി ഇടുന്നത്, കുടംപുളി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിൽ തേങ്ങയുണ്ടോ? തേങ്ങയുണ്ട്, പിന്നെയാണ് തേങ്ങ അരച്ച് വെക്കുന്നത്. പക്ഷെ ഇതിന്റെ നമ്മൾ ഉക്കേരിയും കൂടെ ഉണ്ടാക്കും. ഉക്കേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുക്കുരട്ടി ഉണ്ടാക്കാറുണ്ടല്ലേ. അതെ അതെ അതെ. അത് എന്തോ ഇതും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട്, ഉണക്കമുളക് മാത്രം ഇട്ടു. വെളിച്ചെണ്ണ പ്രധാനം, പിന്നെ വെളിച്ചെണ്ണ വേണം, പിന്നെ കടുക് വേണം, ഉണക്കമുളക്. ഇത് രണ്ടും കൂടി നന്നായിട്ട് വറുത്ത് വരുമ്പോഴത്തേക്ക് ഇതേപോലെ അരിഞ്ഞ് മെഴുക്കുരട്ടി ഉണ്ടാകും. നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ കഞ്ഞിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ ചോറിനോടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇത് വേവിക്കുമല്ലേ കുക്കറിൽ? ചെറിയ കഷ്ണം കുടംപുളി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം. ഇത്ര മതി വെള്ളം. ഇനി ഇതിന് എത്ര വിസിൽ വേണ്ടി വരും? 3-4 വിസിൽ വേണം. നന്നായിട്ട് വേണം, എന്നാലേ രുചി കാണത്തുള്ളൂ. ഇതിന് നമ്മൾ സവാള എന്തെങ്കിലും ആഡ് ചെയ്യും? സവാള ഒന്നും ഇല്ലാത്തൊരു കറിയാണ്. ശരി, അപ്പൊ എന്തൊക്കെ ഇട്ടിരിക്കുന്നത്? അപ്പൊ ഇനി തേങ്ങ അരയ്ക്കാൻ പോകില്ലേ? ഇനി മഞ്ഞൾപ്പൊടി കൂടെ, ഇനി ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്ത് ഇനി അരയ്ക്കാൻ പോകല്ലേ. നമ്മുടെ അരപ്പ് റെഡി ആയിരിക്കുകയാണ്. മറ്റേ പയറും പഴത്തിന്റെ തൊലിയും വെന്ത് കിട്ടിയല്ലേ. എത്ര വിസിൽ അടിച്ചായിരുന്നു? 3. ഒറ്റ വിസിൽ അല്ലേ. റെഡി ആയിരിക്കാണ്. ഇപ്പൊ ഇതിനകത്ത് എന്താ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ആഡ് ചെയ്യാൻ പോകുന്നു. ആഡ് ചെയ്തു. അങ്ങനെ ഇതിനകത്ത് ഇപ്പൊ അരപ്പെല്ലാം ഇട്ട് ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഓക്കെ, ഇനിയിപ്പോ ഒന്ന് തിളച്ച് കിട്ടണല്ലേ ഇത്. അതിലിടുവോ ഇതിനകത്ത്? ഇനി വറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടും. പിന്നെ ഈ തേങ്ങ എന്തിനാ മാറ്റി വെച്ചിരിക്കുന്നത്? ഓ, ടേസ്റ്റ് കൂടുമല്ലേ. ജീരകം ഇതിനടുത്ത് തേങ്ങ ഇടാൻ പോകും. എന്താ ഇനി തേങ്ങ കുറച്ച് ചുമക്കാണ്. അതാ തേങ്ങയുടെ മണമൊക്കെ വന്നു അല്ലേ. ഇനി അങ്ങനെ വറവില് ഒഴിച്ചു സാലി റന്തി റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഈ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.